വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2024-25 സീരീസിലെ ഒരു വീഡിയോ ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ സീരീസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ ഈ സീരീസിലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് കാണാം കേട്ടോ. 156ാമത്തെ ചോദ്യം, റൊട്ടീൻ ചെക്കിംഗ് നോട്ട് ഇൻവോൾവ്സ്. Routine checking not involves option A checking of balances, option B checking of casting, option C valuation of assets, option D checking of postings. അപ്പോൾ റൊട്ടീൻ ചെക്കിങ്ങിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഉൾപ്പെടാത്തത് വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആണ് കേട്ടോ. അസറ്റ്സ് വാല്യുവേഷൻ ചെയ്യുന്നത് റൊട്ടീൻ ചെക്കിങ്ങിൽ ഉൾപ്പെടില്ല. ബാക്കി എല്ലാതും അതായത് ബാലൻസ് ചെക്ക് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യും. ബാലൻസ് ചെക്ക് ചെയ്യുക, കാസ്റ്റിങ്ങും പോസ്റ്റിങ്ങും ഒക്കെ ചെക്ക് ചെയ്യുക, അതൊക്കെ റൊട്ടീൻ ചെക്കിങ്ങിൻ്റെ ഭാഗമാണ്. പക്ഷേ അസറ്റ്സ് വാല്യൂ ചെയ്യുന്നത് എപ്പോഴും ചെയ്യാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം എമംഗ് ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സ്റ്റേറ്റ് അതായത് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ബന്ധപ്പെട്ട് ഇതെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ള ഏതാണ്? ത്രിവേണിയാണോ, സുരഭിയാണോ, കൈരളിയാണോ, നീളയാണോ? അപ്പം നാലും എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ, അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവുക. അപ്പോൾ ത്രിവേണി എന്താണ്? ത്രിവേണി നമ്മുടെ കൺസ്യൂമർ ഫെഡിൻ്റെയൊക്കെ പ്രോഡക്റ്റാണ്. കാരണം ത്രിവേണി എന്ന പേരിൽ തന്നെ അവർ ധാരാളം പ്രോഡക്ട്സ് ഇറക്കിയിട്ടുണ്ട്. എന്താണ് സുരഭി എന്ന് നോക്കാം. അപ്പോൾ കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അറിയപ്പെടുന്നതാണ് എന്ത്? സുരഭി എന്നാണ് അല്ലേ. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അറിയപ്പെടുന്നത് തന്നെ സുരഭി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉത്തരമായിട്ട് വരിക ഏതാണ്? സുരഭിയാണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് സുരഭിയെ കുറച്ച് പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് ഓർത്തിട്ട് പോകാം കേട്ടോ. അപ്പോൾ 15-5 അതായത് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസ്, നമ്മുടെ റൂള് 15-5 പറഞ്ഞിട്ടുള്ളത്. റൂൾ 15 സബ് റൂൾ 5 കേട്ടോ. 15-5 എന്ത്? പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസ് ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുന്നത്. അതിലൊന്നാണ് സുരഭി കേട്ടോ. സുരഭി ഒരു പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയാണ്. ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റീസിൻ്റെ ടയർ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ടയറാണ്. അതായത് സുരഭി അപ്പെക്സ് ലെവലിലും പിന്നെ പ്രൈമറി ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റീസാണ് താഴെ വരുന്നത്. 2 ടയറാണ്. ഇവർ വർക്ക് ചെയ്യുന്നത് 2 ടയറിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു അപ്പെക്സ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഈ സുരഭി എന്ന് പറയുന്നത്. അപ്പെക്സ് ലെവലിൽ ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്തത് 1964 വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. 1964 വർഷം എന്ന് പ്രത്യേകം ഓർത്തു വയ്ക്കുക. എറണാകുളമാണ് ഇതിൻ്റെ ആസ്ഥാനമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നബാർഡിൻ്റെ എന്തുണ്ട്? വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ്? വർക്കിംഗ് ക്യാപിറ്റലിൽ നബാർഡിന് ഫണ്ട് വരുന്നുണ്ട്. പിന്നെ കൂടാതെ ഹഡ്കോയിൽ നിന്നും ഫണ്ട് ഉണ്ട് കേട്ടോ. സുരഭി വർക്ക് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? ഹഡ്കോന്ന് കിട്ടുന്നുണ്ട് സുരഭിക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ. അപ്പോൾ ഒരു സുരഭി എന്ന് ഒരു ഷോറൂം തന്നെ ഉണ്ട് കേട്ടോ. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ്റെ ഷോറൂമാണ് സുരഭി എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് കൈരളി എന്ന്. അപ്പോൾ കൈരളി എന്താണെന്ന് വെച്ചാൽ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള, അതാണ് ഈ കൈരളി എന്ന് പറഞ്ഞത്. അതായത് ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സിൻ്റെ, ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സിൻ്റെ കീഴിലുള്ളതാണ് എന്ത്? കൈരളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ആ ഒരു ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെ പറയുന്നതാണ് കൈരളി എന്ന് കേട്ടോ. തിരുവനന്തപുരത്താണ് അവരുടെ ആസ്ഥാനം. ഇത് നമ്മളെ സുരഭി എറണാകുളത്താണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അതിൻ്റെ സെയിൽസ് ഔട്ട്ലെറ്റിനെ പറയുന്ന ബ്രാൻഡ് നെയിമാണ് കൈരളി എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ രണ്ടും ഓർത്ത് വയ്ക്കണം. സുരഭി എന്നത് ഷോറൂംസ് ഓഫ് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ആണെന്നും കൈരളി എന്നത് ഷോറൂംസ് ഓഫ് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണെന്നും രണ്ടും ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് രണ്ടും ഓർത്ത് വയ്ക്കണം. ഓക്കെ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഹാൻഡിക്രാഫ്റ്റ് ബോർഡ് ഉണ്ട്. അത് 1953 വർഷം. ഹാൻഡ്ലൂമിനും ബോർഡ് ഉണ്ട്. അത് 1953 തന്നെയാണ്. സോ അതും പഠിച്ചു വയ്ക്കുക. ഹാൻഡിക്രാഫ്റ്റ് ബോർഡും ഹാൻഡ്ലൂം ബോർഡും ഏതാ വർഷം വരുന്നത്? 1953. സുരഭിയുടെ വർഷം ഏതാണ്? 1964. ഓക്കെ, കൈരളിയുടെ വർഷം നോക്കുകയാണെങ്കിൽ 1968 കേട്ടോ കൈരളി. ഓക്കെ, അടുത്തത് നോക്കാം. 158ാമത്തെ ചോദ്യം, ദർ ആർ ഡാഷ് ചാപ്റ്റേഴ്സ് ഇൻ KCS ആക്ട് 1960. എത്ര ചാപ്റ്റേഴ്സാണുള്ളത്? KCS ആക്ടിൽ എത്ര ചാപ്റ്റേഴ്സാണുള്ളത്?
16ആണോ 21ആണോ 15ആണോ 12ആണോ? അപ്പോൾ 16 ചാപ്റ്റേഴ്സാണുള്ളത് കേട്ടോ. ഇനി താഴെ തന്നെ അടുത്ത ക്വസ്റ്റ്യനായിട്ട് ദർ ആർ ഡാഷ് ചാപ്റ്റേഴ്സ് ഇൻ KCS റൂൾസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. റൂൾസിൽ എത്രയുള്ളത്? റൂൾസിൽ 22ആണോ 16ആണോ 18ആണോ 15ആണോ? അപ്പോൾ റൂൾസിൽ 15ഉം സെക്ഷൻസിലാണ് എന്ത് 16 ഉള്ളത് കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. റൂൾസിൽ 15 ചാപ്റ്ററാണുള്ളത്, സെക്ഷൻസിൽ 16 ചാപ്റ്ററാണുള്ളത്. ഇനി അടുത്തത് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ദെയർ റൈറ്റ്സ്. മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ദെയർ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ നോട്ടഡ് അണ്ടർ ചാപ്റ്റർ. ഏത് ചാപ്റ്ററിലാണ് ഈ ഒരു ഹെഡ് വരുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചാപ്റ്ററിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ദെയർ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്നറിയപ്പെടുന്നത് ഏത് ചാപ്റ്ററാണെന്നാണ് ചോദ്യം. അപ്പോൾ ഏതാണ്? ചാപ്റ്റർ 3 ആണ് കേട്ടോ. ചാപ്റ്റർ 3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കാം. മൊത്തം ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞിട്ട് പോവാം കേട്ടോ. ചാപ്റ്റർ 1 എന്താണ്? ചാപ്റ്റർ 1 പ്രിലിമിനറി ആണ് കേട്ടോ. ചാപ്റ്റർ 1 പ്രിലിമിനറി ആണ്. ചാപ്റ്റർ 2 രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. നമ്മൾ സെക്ഷനിലാണ് കേട്ടോ, സെക്ഷൻ്റെ ചാപ്റ്റേഴ്സാണ് പറയണത്. ചാപ്റ്റർ 1 പ്രിലിമിനറി, ചാപ്റ്റർ 2 രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ചാപ്റ്റർ 3 എന്ന് പറയുന്നത് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ദെയർ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ്. ചാപ്റ്റർ 4 മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ചാപ്റ്റർ 5 പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ചാപ്റ്റർ 6 സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ചാപ്റ്റർ 7 പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് കേട്ടോ. പിന്നെ ചാപ്റ്റർ 8ലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എ എന്ന് പറഞ്ഞാൽ ഓഡിറ്റാണ്. പാർട്ട് ബി പറയുന്നത് ഇൻക്വയറി, സസ്പെൻഷൻ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സർചാർജ് ആണ്. ചാപ്റ്റർ 9 പറയുന്നത് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ആണ്. ചാപ്റ്റർ 10 വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് കേട്ടോ. ഇനി 10A 10B 10C എന്നുണ്ട്. അപ്പോൾ 10A പറയുന്നത് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. 10B സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ദെയർ ഓഫീസ് ബെയറേഴ്സ് ആൻഡ് എംപ്ലോയീസ്. അത് കഴിഞ്ഞ് 10C പറയുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു അമാൽഗമേഷൻ, അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും DCB നമ്മളുടെ ലൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്ററാണ് 10C എന്ന് പറയുന്നത്. 11 പറയുന്നത് എക്സിക്യൂഷൻ ഓഫ് അവാർഡ്സ്, ഡിക്രീസ്, ഓർഡേഴ്സ് ആൻഡ് ഡിസിഷൻസ്. 12 പറയുന്നത് ചാപ്റ്റർ 12 എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ചാപ്റ്റർ 13 അപ്പീൽസ്, റിവിഷൻ ആൻഡ് റിവ്യൂ ആണ്. ചാപ്റ്റർ 14 കോപ്പറേറ്റീവ് യൂണിയൻസ് ആണ്. ചാപ്റ്റർ 15 ഒഫൻസസ് ആൻഡ് പെനാലിറ്റീസ് ആണ്. ചാപ്റ്റർ 16 മിസ്സലേനിയസ് ആണ്. ഇത്രയാണ് ചാപ്റ്റേഴ്സ് ഉള്ളത് കേട്ടോ. സോ നിർബന്ധമായിട്ട് ചാപ്റ്ററുകളുടെ ഹെഡ് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. അടുത്തത് പവർ ടു കോൾ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഈസ് നോട്ടഡ് അണ്ടർ റൂളാണ് ചോദിച്ചിട്ടുള്ളത്. KCS റൂൾസിലെ 1969 സ്പെഷ്യൽ ജനറൽ ബോഡി മെൻഷൻ ചെയ്യുന്നത് എവിടെയാണ്? അപ്പോൾ റൂൾ 36 ആണോ 136 ആണോ 121 ആണോ 33 ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയണത് സെക്ഷൻ 30 റൂൾ 36. അത് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. സെക്ഷൻ 30 റൂൾ 36 ഇതുമായി ബന്ധപ്പെട്ടതാണെന്ന് തന്നെ പഠിക്കണം. ഓക്കെ, സെക്ഷൻ 30 റൂൾ 36. ഇവിടെ റൂൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയതിൻ്റെയൊക്കെ റൂളും സെക്ഷനും ഒരുമിച്ച് തന്നെ പഠിക്കണം. പണ്ടൊക്കെ അങ്ങനെ ഒറ്റയ്ക്കാണ് ചോദിച്ചായിരുന്നത്, പക്ഷെ ഇപ്പോൾ രണ്ടും ചോദിക്കുന്നുണ്ട്. സെക്ഷനും ചോദിക്കുന്നുണ്ട്, റൂളും ചോദിക്കുന്നുണ്ട് കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 161ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 162 ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ സൊസൈറ്റി ക്യാൻ ബി ഡൺ ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ഡാഷ് മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് അറ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ സൊസൈറ്റി. അസറ്റ്സും ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റെസൊല്യൂഷൻ എത്ര പാസ്സാക്കണം? ഏത് മെജോറിറ്റിയാണ്? 2/3 ആണോ 3/4 ആണോ സിമ്പിൾ ആണോ നൺ ഓഫ് ദി എബവ് ആണോ? അപ്പോൾ സിമ്പിൾ മെജോറിറ്റി മതി കേട്ടോ. ഓക്കെ, അടുത്തത് ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഈസ് നോട്ടിഫൈഡ് ഇൻ ഫോം നമ്പർ. ഏത് ഫോം നമ്പറിലാണ് ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് നോട്ടിഫൈ ചെയ്യുന്നത്? ഫോർ ദ എലക്ഷൻ ടു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ സൊസൈറ്റി. അപ്പോൾ ഫോം നമ്പർ കൊടുത്തിട്ടുണ്ട് 34, 35, 38, 37. അപ്പോൾ നമ്മളത് ഒരു ഫോമിനുമായി ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നോട്ട് എഴുതി വെക്കണം. വളരെ ഉപകാരപ്പെട്ട വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 35ലാണ് എന്ത് പറയണത്? ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ഫോം നമ്പർ പറയുന്നത് 35ലാണ്. ഓക്കെ, നെക്സ്റ്റ്
164 ചോദ്യമാണ്. എ കോപ്പി ഓഫ് ദ റെസൊല്യൂഷൻ എക്സ്പെല്ലിംഗ് എ മെമ്പർ ഷാൾ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ മെമ്പർ വിത്തിൻ എ പീരിയഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് പാസിംഗ് ഓഫ് ദ റെസൊല്യൂഷൻ പാസ്സാക്കി ഒരു കോപ്പി റെസൊല്യൂഷൻ്റെ കോപ്പി മെമ്പറെ എക്സ്പെല് ചെയ്യുമ്പം അയാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എത്ര ദിവസത്തിനുള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് ചോദ്യം. 60 days, 30 days, 90 days, 15 days. എത്ര ദിവസത്തിനുള്ളിൽ? 15 ദിവസത്തിനകം എന്നാണ് പറഞ്ഞത് കേട്ടോ. 15 daysനകം ആളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 165 ചോദ്യമാണ്. ഹൗ മെനി കോപ്പീസ് ഓഫ് ബൈലോ ഹാസ് ടു ബി അക്കമ്പനീഡ് ബൈ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷനിൽ ബൈലോയുടെ എത്ര കോപ്പി വെക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് പഠിക്കുക. എത്ര കോപ്പി വെക്കണം എന്നാണ് പഠിക്കുക? 3 copies ഓഫ് പ്രപ്പോസ്ഡ് ബൈലോ എന്ന് തന്നെയാണ് പഠിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ പഠിക്കണം. 3 copies ഓഫ് പ്രപ്പോസ്ഡ് ബൈലോ ആണ് രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ്റെ കൂടെ വെക്കുക. ഇവിടെ 5, 2, 1, 3 കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 ആണ് ആൻസറായിട്ട് വരിക. ഇത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അടുത്തത് ദ ഹെഡ് ഓഫ് ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ ഹെഡിനെ വിളിക്കുന്ന പേരെന്താണ്? ഡെസിഗ്നേറ്റഡ് ആസ് ചെയർമാൻ എന്നാണോ, പ്രസിഡൻ്റ് എന്നാണോ, പ്രിസൈഡിങ് ഓഫീസർ എന്നാണോ, അതോ സെക്രട്ടറി എന്നാണോ? എന്ത് പേരിലാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് എന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ എന്താ വിളിക്കുക? പ്രിസൈഡിങ് ഓഫീസർ എന്നാണ് വിളിക്കുക. ആരേനെ? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ ഹെഡിനെ കേട്ടോ. പ്രിസൈഡിങ് ഓഫീസറാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലെ പ്രധാനി. അടുത്തത് കസ്റ്റഡി ഓഫ് ക്യാഷ്, സെക്യൂരിറ്റീസ്, റെക്കോർഡ്സ്, സെയിൽസ് എക്സെട്ര ഡാഷ് ഓഫ് എ സൊസൈറ്റി ഈസ് ആസ് പെർ റൂൾ. KCS റൂൾസിലെ ഏതുമായി താഴെ കൊടുത്തിട്ടുണ്ട് കുറച്ച് റൂൾസ്. ഇതിലേതാണ് കസ്റ്റഡി ഓഫ് ക്യാഷ്, സെക്യൂരിറ്റീസ്, റെക്കോർഡ്സ്, സെയിൽസ് ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്? റൂൾ 48 ആണോ, റൂൾ 47 ആണോ, റൂൾ 85 ആണോ, റൂൾ 67 ആണോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരിക? റൂൾ 47 ആണ് കേട്ടോ. റൂൾ 47 ആണ്. കസ്റ്റഡി ഓഫ് ക്യാഷ്, സെക്യൂരിറ്റീസ്, റെക്കോർഡ്സ്, സെയിൽസ് എക്സെട്ര. 168 ക്വസ്റ്റ്യൻ. ഇ ബാങ്കിങ് ഈസ് ജനറലി നോൺ ആസ്. ഇ ബാങ്കിങ് എന്ത് പേരിൽ അറിയപ്പെടുക? റീറ്റെയിൽ ബാങ്കിങ് എന്നാണോ, ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണോ, യൂണിറ്റ് ബാങ്കിങ് ആണോ, ഗ്രൂപ്പ് ബാങ്കിങ് ആണോ? അപ്പോൾ ഈ ബാങ്കിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ് അല്ലേ. അടുത്തത് വാട്ട് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് റിക്വയർഡ് ഫോർ ഓപ്പണിംഗ് എ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്? BSBDA എന്ന് പറയില്ല. അപ്പോൾ BSBDA തുടങ്ങുന്നതിനുള്ള മിനിമം എമൗണ്ട് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 100 ആണോ 1000 ആണോ. നോ മിനിമം ഡെപ്പോസിറ്റ് റിക്വയർഡ് 500 എന്ന് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ. അപ്പോൾ BSBDയുടെ പ്രത്യേകത തന്നെ എന്താണ്? അവിടെ മിനിമം ഡെപ്പോസിറ്റ് ഇല്ല അല്ലേ. ഇത്ര നിശ്ചിത തുക ഇടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് BSBDയുടെ ഏറ്റവും വലിയൊരു പ്രാധാന്യമാണത്. സോ നോ മിനിമം ഡെപ്പോസിറ്റ് ഇസ് റിക്വയർഡ് എന്നാണ് ഇവിടെ ആൻസറായിട്ട് വരും. അടുത്തത് ഇൻ ദ കേസ് ഓഫ് മിസ്സിംഗ് പേഴ്സൺസ്. ആൾക്കാർ മിസ്സാവുമ്പം പെർസെപ്ഷൻ ഓഫ് ഡെത്ത് ക്യാൻ ബി റേസ്ഡ് ഓൺലി ആഫ്റ്റർ എ പീരിയഡ്. അതായത് ഒരാൾ മരിച്ചു എന്ന് കണക്കാക്കാൻ എത്ര വർഷം കഴിയണം എന്നാണ് ലീഗലിയാണ് പറഞ്ഞത് കേട്ടോ. തെളിവൊന്നും കിട്ടിയിട്ടില്ല. ആൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ അയാൾ മരിച്ചതായി കണക്കാക്കണമെങ്കിൽ എത്ര വർഷം കഴിയണം എന്നാണ് ചോദ്യം. 10 വർഷമാണോ, 5 വർഷമാണോ, 7 വർഷമാണോ, 12 വർഷമാണോ? അപ്പോൾ നമുക്കറിയാം 7 years കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക? അയാളെ മരിച്ചതായിട്ട് കണക്കാക്കാൻ പാടുള്ളൂ എന്നാണ് ആസ് പെർ ലോ കേട്ടോ. ഇനി 171 ക്വസ്റ്റ്യനാണ് നമ്മുടെ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. നോട്ട്സ് ഓഫ് 5000 അതുപോലെ 10000 ഇത്തരത്തിലുള്ള ഡിനോമിനേഷൻസ് ഡിമോണിറ്റൈസ് ചെയ്തത് ഏത് വർഷമാണ്? ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ബാങ്കിങ്ങിൽ ധാരാളമായിട്ട് കാണാറുണ്ട്. ഡിമോണിറ്റൈസേഷൻ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക് ആണല്ലോ ഡിമോണിറ്റൈസേഷൻ എന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഡിമോണിറ്റൈസേഷൻ എന്നൊക്കെയാണ് നടന്നത്? ശരിക്കും 3 പ്രാവശ്യമാണ് ഡിമോണിറ്റൈസേഷൻ നടന്നു എന്ന് പറയാം. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ന് പറയാൻ ശരിക്കും 2 പ്രാവശ്യമേ ഉള്ളൂ. 1946 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഡിമോണിറ്റൈസേഷൻ നടക്കുന്നത്. അന്ന് 1000, 10,000 നോട്ടുകൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ആ ഒരു ടൈമിൽ 1000, 10,000 നോട്ടുകളൊക്കെ വിഡ്രോ ചെയ്യുന്നുണ്ടായി. ഇതുപോലെ ഡിമോണിറ്റൈസ് ചെയ്യപ്പെട്ടു. ഈ കള്ളപ്പണം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിമോണിറ്റൈസേഷൻ നടത്തുന്നത് കേട്ടോ. ഒരു മാറ്റം, കള്ളപ്പണം ഒരുപാടായി എന്ന് തോന്നുമ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഡിമോണിറ്റൈസേഷൻ. നമ്മുടെ മോണിറ്ററി പോളിസീനെ ഒന്ന് പിടിക്കാൻ ആണ് RBI ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട
ഒരു ഡിമോണിറ്റൈസേഷനാണ് 1978 നടന്നത്. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 1978 ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 5000, 10000, 5000, 10000 കൂടാതെ 1000 ഉണ്ടായിരുന്നു. അന്ന് അതും പിൻവലിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ ഉത്തരമായിട്ട് വരെ 1978. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കണം. ഡേറ്റും വേണമെങ്കിൽ പഠിച്ചു വെച്ചോളൂ. ജാനുവരി 16, 1978 ശരിക്കും ഈ ഇത് നടക്കുന്നത്, ഡിമോണിറ്റൈസേഷൻ നടക്കുന്നത് കേട്ടോ. ജനുവരി 16 ഫസ്റ്റത്തെ. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ന് പറയുന്നത് 1978 അന്ന് മൊറാർജി ദേശായി ഗവൺമെൻറ് ഭരിച്ചിരുന്ന കാലത്താണ് ഇത് നടന്നിട്ടുള്ളത്. 1000, 5000, 10000 നോട്ടുകൾ ഡിമോണിറ്റൈസ് ചെയ്തു. ഡേറ്റ് ജനുവരി 16, 1978. ഗവൺമെൻറ് നോക്കുകയാണെങ്കിൽ മൊറാർജി ദേശായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. പിന്നെ നമ്മൾ നോക്കി വരുവാണെങ്കിൽ 2016 പിന്നെ നടക്കുന്നത്. നവംബർ 8, 2016. അതൊരു PYQ ആണ്, ചോദിച്ചിട്ടുണ്ട് ഡേറ്റ് അടക്കം. അപ്പോൾ 2 ഡേറ്റും ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഒന്ന് ജനുവരി 16, 1978. ഇപ്പോൾ ഈ ചോദിച്ച ക്വസ്റ്റ്യന് റിലേറ്റഡ് ഫാക്ട്സ് ആണത്. പിന്നുള്ളത് നവംബർ 8, 2016. അന്ന് നമ്മുടെ മോദി ഗവൺമെൻറ്റാണ് ഭരിച്ചിരുന്നത്. 500ഉം 1000ഉമാണ് അവർ പിൻവലിച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ സീരീസിലുള്ള 500ഉം പിന്നെ അതുപോലെ തന്നെ 2000 നോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഉണ്ടായത്. സോ അപ്പോൾ ഇതുമാണ് ഈ ഒരു ഡിമോണിറ്റൈസേഷനായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ 1946 ഉണ്ടായിട്ടുണ്ട്, 78 ഉണ്ടായിട്ടുണ്ട്, 2010. ഇത് മേജറാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിമോണിറ്റൈസേഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ഇത് മാത്രമേ ഉള്ളൂ. 1978 നോക്കണം, പിന്നെ 2016 നോക്കണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടുകളയരുത്. അടുത്തത് വന്നിട്ട് ദ വേസ് ഓഫ് മീൻസ് അഡ്വാൻസ് ഗിവൺ ബൈ RBI ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് ഫോർ എത്ര മന്ത്സിനാണ് കൊടുക്കാവുന്നത്. അപ്പോൾ എന്താണ് വേസ് ഓഫ് മീൻസ് അഡ്വാൻസ് എന്ന് ജസ്റ്റ് നമുക്ക് നോക്കി വെക്കാം. അതായത് RBI സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അവർക്കൊരു ടെമ്പററി ഷോർട്ടേജ് ഓഫ് ഫണ്ട് വരികയാണ്. അപ്പോൾ അവർക്ക് റവന്യൂ എക്സ്പെൻഡിച്ചറൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്, കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേസ് ഓഫ് മീൻസ് കൊടുക്കുന്നത് കേട്ടോ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേസ് ഓഫ് മീൻസിൻ്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണാറുള്ളതാണ്. ഇത് എത്ര മാസത്തേക്കാണെന്നാണ്, 3 മന്ത്സിനാണ് പറയണത് കേട്ടോ. ഇവിടെ ഉത്തരമായിട്ട് വരിക എത്രയാണ്? 3 മന്ത്സാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. 3 മന്ത്സ് മാത്രമല്ല, ചിലപ്പോൾ 90 ഡേയ്സ് ഒന്നും വരാറുണ്ട്. രണ്ടും കൊടുക്കാറുണ്ട്. ഓപ്ഷനിലനുസരിച്ചിട്ട് നിങ്ങൾ ഉത്തരം എഴുതുക കേട്ടോ. ചിലപ്പോൾ 90 ഡേയ്സ് ആവും കൊടുക്കുക, അല്ലെങ്കിൽ 3 മന്ത്സ് ആവും കൊടുക്കുക. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ് മാർക്ക് ചെയ്യുക? 3 മാസ കാലയളവിലേക്കാണ് കൊടുക്കുന്നത്. ആർക്കാണ് കൊടുക്കുന്നത്? RBI സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമാണ് കൊടുക്കുന്നത്. ഇത് ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1997 കേട്ടോ. 1997 ഇങ്ങനെ ഒരു വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റിൽ, RBI ആക്റ്റിൽ സെക്ഷൻ ഉണ്ട്. 17(5) ഇത് പറയുന്നത് കേട്ടോ. അതും PYK ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. 17(5) RBIയുടെ ആക്റ്റിൽ ഇത് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പം 3 മാസം അല്ലെങ്കിൽ 90 ദിവസം, ഇത് രണ്ടും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും കേട്ടോ RBI. വെറുതെ ഒന്നും അല്ല കൊടുക്കണേ, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. റിപ്പോ റേറ്റിൻ്റെ അതേ ഇൻട്രസ്റ്റാണ് ചാർജ് ചെയ്യുക. ഈ ഒരു വേസ് ഓഫ് മീൻസ് അഡ്വാൻസിന് എങ്ങനെയാണ് ചാർജ് ചെയ്യുക? റിപ്പോ റേറ്റിൻ്റെ അതേ ചാർജാണ് ഈടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അതായത് നോർമൽ ആയിട്ട് കൊടുക്കുന്നതും ഉണ്ട്, അതുപോലെ സ്പെഷ്യലായിട്ടുള്ള 2 തരത്തിലും കൊടുക്കുന്നുണ്ട്. നോർമലായിട്ടും കൊടുക്കുന്നുണ്ട്, സ്പെഷ്യലായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ ഗവൺമെൻറ്റിന്. ഇത്രയൊക്കെയാണ് നമ്മുടെ വേസ് ഓഫ് മീൻസുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ഓർത്ത് വെക്കേണ്ടത്. ഇനി അടുത്തത് പറയുന്നത് വാട്ട് ഈസ് ദ മിനിമം മെച്യൂരിറ്റി പീരീഡ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂഡ് ബൈ ബാങ്ക്, CDs. അതിൻ്റെ മെച്യൂരിറ്റി പീരിയഡാണ് പറഞ്ഞിട്ടുള്ളത്. 15 to 30 days ആണോ, 10 to 15 days ആണോ, 7 days to 1 year ആണോ, 1 to 15 days ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് 7 days to 1 year ആണ് ഇവിടുത്തെ ഉത്തരം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഹൂ റെഗുലേറ്റ്സ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ. മ്യൂച്വൽ ഫണ്ടുകളെ ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. മ്യൂച്വൽ ഫണ്ടുകൾ സിബിലാണോ, സെബി ആണോ, RBI ആണോ, സിഡ്ബി ആണോ? മ്യൂച്വൽ ഫണ്ടുകളെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബി ആണ് കേട്ടോ. ആ ഒരു മേഖലയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയ അപ്പെക്സ് സ്ഥാപനമാണ് സെബി. സോ സെബിയാണ് മ്യൂച്വൽ ഫണ്ടുകളെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അടുത്തത് വേസ് ഓഫ് മീൻസ് നമ്മൾ പറഞ്ഞു ഇപ്പോൾ അല്ലേ. വേസ് ഓഫ് മീൻസ് അഡ്വാൻസ് കംസ് അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് RBI ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നീ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. 17(5) വരുന്നത് കേട്ടോ. 17(5) ഇമ്പോർട്ടൻ്റ് ആണ്. വേസ് ഓഫ് മീൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. 17(5) RBI ആക്ടിൽ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്.
ഇനി എക്സ്പാൻഡ് CRR ചോദിച്ചിട്ടുണ്ട്. ക്യാഷ് റിസർവ് റേഷ്യോ ആണെന്ന് നമുക്കറിയാം അല്ലേ. CRR എന്താണ്? ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. ഓക്കെ. അടുത്തത് ഇസാഫ് ബാങ്ക് വാസ് സ്റ്റാർട്ടഡ് ഇൻ ദിയർ. എന്നാണ് ഇസാഫ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇസാഫ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത് എന്നാണെന്നാണ്. അപ്പോൾ ഇസാഫ് ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഇസാഫ് ഇപ്പോൾ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയില്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു ഇമ്പോർട്ടൻസ് കൂടിയല്ലേ. അപ്പോൾ ഇവിടെ 2016, 2001, 2017, 2015 ഇങ്ങനെ വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇസാഫ് ബാങ്ക് എന്നുള്ള ഇതിൽ വർക്ക് ചെയ്യുന്നത് 2017 തൊട്ടാണ് കേട്ടോ. 2017 തൊട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇസാഫ് ബാങ്ക് ആവുന്നത്, ഇസാഫ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇസാഫിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡേറ്റ് വേണമെങ്കിൽ ഓർത്തിച്ചോളൂ. മാർച്ച് 10 കേട്ടോ. 2017 മാത്രം പഠിക്കേണ്ട, മാർച്ച് 10 കൂടി പഠിച്ചോളൂ. 2017 മാർച്ച് 10 ഇത് കറക്റ്റായിട്ടുള്ള ലൈസൻസൊക്കെ ഒബ്റ്റെയിൻ ചെയ്ത് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇസാഫിൻ്റെ ഫുൾ ഫോം നോക്കുകയാണെങ്കിൽ ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറം എന്ന പേരിൽ 1992 നമ്മുടെ തൃശ്ശൂർ ആസ്ഥാനമാക്കിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് ഇസാഫ് ബാങ്ക്. അപ്പോൾ അന്നൊരു പ്രൈവറ്റ് കമ്പനി ആയിരുന്നു അല്ലേ, മൈക്രോ ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പിന്നെ പേരൊക്കെ മാറ്റി 2008 വീണ്ടും കുറച്ചും കൂടിയൊക്കെ ഉഷാറായിട്ട് വന്നതായിരുന്നു. ആദ്യം ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറം 1992 എന്ന പേരിൽ ഒരു ഫിനാൻസ് സ്ഥാപനമായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ധാരാളം ഫിനാൻസ് സ്ഥാപനങ്ങളുള്ളതാണ് തൃശ്ശൂർ അല്ലേ. അപ്പോൾ മൈക്രോ ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ 2008 തുടങ്ങി. അപ്പോൾ സക്സസ്ഫുൾ ആയതിനു ശേഷം അവർക്ക് അത്യാവശ്യം ആസ്തികളൊക്കെ കൂടി വന്നു. അപ്പോൾ അവരെന്തായി, ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യുമോ, ലൈസൻസ് കൊടുത്തു. അപ്പോൾ അത് കിട്ടി. ഇപ്പോൾ അത് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നൊരു മേഖലയിലേക്ക് കടന്നു അല്ലേ. 2017 തൊട്ടാണ് കടന്നത്. മാർച്ച് 10, 2017 ആണെന്ന് ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി അതുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ നിങ്ങൾ ഓർത്ത് വെച്ച് എഴുതുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എ ചെക്ക് ഇഷ്യൂഡ് വിത്ത് എ ഫ്യൂച്ചർ ഡേറ്റ്. ഫ്യൂച്ചർ ഡേറ്റിലുള്ള ഒരു ചെക്കിനെ എന്താ പറയുക? ഫ്യൂച്ചർ ഡേറ്റിൽ മ്യൂട്ടിലേറ്റഡ് ആണോ, പോസ്റ്റ് ഡേറ്റഡ് ആണോ, ആൻറ്റി ഡേറ്റഡ് ആണോ, സ്റ്റേയിലാണോ? അപ്പോൾ പോസ്റ്റ് ഡേറ്റഡ് ആണ് അല്ലേ, പോസ്റ്റ് ഡേറ്റഡ് ആണ്. ഓക്കെ. ആൻറ്റി ഡേറ്റർ കഴിഞ്ഞ്, മറ്റത് ഫ്യൂച്ചർ അല്ലേ, മറ്റത് കഴിഞ്ഞു പോയി ആൻറ്റി ഡേറ്റർ. സ്റ്റേയിൽ ചെക്ക് എന്താണ്? കാലാവധി കഴിഞ്ഞ ചെക്കുകൾ. മ്യൂട്ടിലേറ്റഡ് നമുക്കറിയാം, കീറിപ്പോയതും പഴങ്ങിയതും. അടുത്തത്, വൺ ഹൗ സൈൻസ് ദ ചെക്ക് ഈസ് നോൺ ആസ്. ആരാണ് ചെക്കിൽ സൈൻ ചെയ്യുന്നത്? ഡ്രോയറാണ് അല്ലേ. ഓക്കെ, ഡ്രോയറാണ്. ഡ്രോയർ, പേയി, ഡ്രോയി, എൻഡോസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡ്രോയറാണ് സൈൻ ചെയ്യേണ്ടത് അല്ലേ. അടുത്തതും ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. 180ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മുടെ ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് വിച്ച് ഹാവ് നോട്ട് ബീൻ ഓപ്പറേറ്റഡ് അപ്പോൺ ദ 10 ഇയേഴ്സ് ആർ കാൾഡ്. 10 വർഷത്തിന് മുകളിലായിട്ട് കിടക്കുന്ന ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടാത്ത അക്കൗണ്ടുകളെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അന്ന് ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണാറുണ്ട്. ഇനോപ്പറേറ്റീവ് ആണോ, ഡോർമെൻ്റ് ആണോ, അൺക്ലെയിംഡ് ആണോ, ഇനാക്റ്റീവ് ആണോ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് അറിയാം, 10 വർഷം കഴിഞ്ഞ് 10 വർഷത്തിന് കൂടുതലായി 10 വർഷമായി ഒരു ഇതുമില്ല, ആൾക്കാരൊന്നുമില്ല, അവകാശികളൊന്നുമില്ല. അപ്പം അങ്ങനെ കിടക്കുന്നതാണെങ്കിൽ എന്താണ് അതിനെ പറയുന്ന പേരെന്താ? അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് എന്നാണ് പറയുക. അപ്പം ഈ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്, ഇപ്പം ഒരു ബാങ്കിൽ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, 10 വർഷത്തിൽ കൂടുതൽ കിടക്കുന്ന അക്കൗണ്ടുകളുണ്ടെങ്കിൽ മന്ത്ലി ബേസിസിൽ അവരത് നോക്കും കേട്ടോ. മന്ത്ലി ഇപ്പോൾ എല്ലാ മാസവും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. മന്ത്ലി ബേസിസിൽ നോക്കും ഇത്ര വർഷത്തിൽ കൂടുതൽ കിടക്കുന്ന അക്കൗണ്ടുകളുണ്ടോ. ഉണ്ടെങ്കിൽ അവർ നേരെ അത് RBIയിലേക്കാണ് മാറ്റുക. RBIയിൽ ഡെഫ് അക്കൗണ്ട് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഡെഫ് അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ഇത് സ്റ്റാർട്ട് ചെയ്തത് 2014 കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ 26A ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മളിതിന് മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും. അപ്പോൾ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് പിന്നെ അവകാശികളില്ലാത്ത ഡെപ്പോസിറ്റ് മാറ്റുകയാണ് ചെയ്യുക, RBIയിലേക്കാണ് മാറ്റുക. 30 ഡേയ്സ് കൂടുമ്പം അവരതിൻ്റെ അവർക്ക് കറക്റ്റ് കണക്ക് കൊടുക്കണം. ആ കണക്ക് കൊടുക്കുന്നതിൻ്റെ കൂടെ മാറ്റുകയാണ് ചെയ്യുക. പിന്നെ അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് കിട്ടില്ല കേട്ടോ. അതുവരെ ഇൻട്രസ്റ്റ് കൊടുക്കും, പിന്നെ അതിൽ എന്ത് ചെയ്യില്ല, ഇൻട്രസ്റ്റ് കിട്ടില്ല. ഏത് ഡെഫ് അക്കൗണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മന്ത്ലി വരുന്നത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇൻട്രസ്റ്റ് കിട്ടില്ല ആഫ്റ്റർ ട്രാൻസ്ഫറിൽ കേട്ടോ. പിന്നെ
ഇനിയിപ്പോൾ ബാങ്ക് ഒരാളിപ്പം ട്രാൻസ്ഫർ ആയിപ്പോയി, ഇപ്പോൾ ഒരു കൽക്കത്തയിൽ ജോലി ഉണ്ടായിരുന്നു, അന്ന് ആ സമയത്ത് അയാൾക്ക് അവിടെ അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അയാൾ കുറച്ച് FD ഇട്ടായിരുന്നു എന്ന് വിചാരിക്കാം. നാട്ടിലേക്ക് എന്തെങ്കിലും അർജൻസി വന്നു, അയാൾ പോന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം പിടിപെട്ടു, അയാൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു, അങ്ങനെ എന്തുമാവാം, എന്ത് റീസണും ആവാം അല്ലേ. ചിലപ്പോൾ അയാൾക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ കിട്ടിയപ്പോഴേക്ക് ഇതൊന്നും കളക്ട് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ അയാൾ അതിനെക്കുറിച്ച് മറന്നുപോയി, അല്ലെങ്കിൽ അയാൾക്ക് പാസ്ബുക്ക് നഷ്ടപ്പെട്ടു, വാട്ടെവർ, അങ്ങനെ എന്തുമാവും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ ഈ ഡെപ്പോസിറ്റ്സ് പിന്നെ അയാൾക്ക് ഓരോ ഓർമ്മ വരികയാണ്, അല്ലെങ്കിൽ അയാളുടെ ലീഗലായിട്ടുള്ള ഗാർഡിയൻ റെപ്രസെൻറ്റേറ്റീവ്സിന് ഓർമ്മ വരികയാണ്, അല്ലെങ്കിൽ അവരെ അറിയുകയാണ് അയാൾ മരണപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോഴും വരുമ്പോഴും ഇവർക്ക് ഈ ഡെപ്പോസിറ്റ്സ് എന്തായാലും ക്ലെയിം ചെയ്യാൻ പറ്റും. ക്ലെയിം ചെയ്യാൻ അവരുടെ ആവശ്യമായ രേഖകളും കൊണ്ട് ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ ബാങ്ക് വേഗം RBIക്ക് റിപ്പോർട്ട് ചെയ്യും, അവർക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കം കൊടുക്കും കേട്ടോ. ഓക്കെ, കോൺട്രാക്റ്റഡ് ഇൻട്രസ്റ്റും അപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റും നോക്കിയിട്ട് ഏതാണ് വിച്ചവറി സ്ലോവർ അത് നോക്കിയിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതാണ് ഈ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്. പിന്നെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുമായിട്ടുള്ള പോർട്ടലുണ്ട് RBIക്ക്, അതിൻ്റെ പേര് ഓർത്ത് വെച്ചോളൂ, ഉദ്ഗമാണ് കേട്ടോ. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ഗേറ്റ്വേ ടു ആക്സസ് ഇൻഫോർമേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് ഉദ്ഗം പോർട്ടൽ എന്ന് പറയുക, UDGAM പോർട്ടൽ എന്നാണ് പറയുക, UDGAM. UD എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ആണ്, പിന്നെ ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ്വേ ടു ആക്സസ് ഇൻഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ശരിക്കും അവർ RBI ക്രിയേറ്റ് ചെയ്ത് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവരത് അപ്ഡേറ്റ് ചെയ്തിടും. സോ നമ്മുടെ സ്റ്റാറ്റസ് എന്താണെന്നൊക്കെ കാണണമെങ്കിൽ ഈ ഉദ്ഗം പോർട്ടൽ സിറ്റിസൺസിന് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, പോർട്ടൽ പബ്ലിക്കിന് നോക്കാവുന്നതാണ്. അടുത്തത് ദ കൺസെപ്റ്റ് ബിഹൈൻഡ് ഡെബിറ്റ് കാർഡിൻ്റെ പിന്നിലുള്ള കൺസെപ്റ്റ്. ബൈ നൗ പേ ടുമാറോ, അങ്ങനെയാണോ? അതോ പേ നൗ ബൈ ടുമാറോ? അതോ ബൈ നൗ പേ നൗ അങ്ങനെയാണോ? അതോ ബൈ നൗ പേ ലേറ്റർ? എങ്ങനെയാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ബൈ നൗ പേ നൗ എന്താണ് ഡെബിറ്റ് കാർഡ് കേട്ടോ, ഡെബിറ്റ് കാർഡാണ്, ക്രെഡിറ്റ് കാർഡ് അല്ല, മാറിപ്പോരുത്. ബൈ നൗ പേ നൗ. ഓക്കെ, അപ്പോൾ ATM കാർഡ് ബൈ നൗ പേ നൗ, ഡെബിറ്റ് കാർഡ് ബൈ നൗ പേ നൗ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, കുറച്ച് ബുദ്ധിമുട്ടൊന്നുമല്ല, നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, എന്നാൽ കാണാത്ത പോലത്തെ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പം ഒരു പിന്നെ ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണല്ലോ വരിക. ഓക്കെ, അപ്പോൾ ബാങ്കിങ്ങിൽ ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നോക്കി വർക്കൗട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓരോ ടോപ്പിക്കൊന്നും നമ്മുടെ സിലബസൊക്കെ എല്ലാവരും സെക്രട്ടറിയുടെ സിലബസൊക്കെ എല്ലാവരും പ്രിൻ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് ഓരോ ടോപ്പിക് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പം നിങ്ങളതൊക്കെ നോട്ട് ചെയ്ത് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് തപ്പി പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോഴാണ് നമുക്ക് നമ്മുടെ മാർക്കൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുമോ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുക, മാക്സിമം മോഡൽ എക്സാംസും അതുപോലെ PYQസും ഒക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ വർദ്ധിക്കുക. സോ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. താങ്ക് യു.